ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ എല്ലാം പഠിത്തം? നല്ല രീതിയിൽ തന്നെ പോകുന്നില്ലേ? കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ 10th മെയിൻസിനും ഡിഗ്രി പ്രിലിംസിനുമൊക്കെ എല്ലാവരും പഠിക്കുന്നുണ്ടല്ലോ. അധികവും എല്ലാവരും ഡിഗ്രി പ്രിലിംസിനാണ് ഇപ്പോൾ നോക്കുന്നത് എന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ 10th മെയിൻസിനാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. 4th സ്റ്റേജിലായിരുന്നു പ്രിലിംസ് ഉണ്ടായിരുന്നത്. എന്നാലും വലിയ മാർക്കില്ലെങ്കിൽ പോലും ഒരു പാസ്സാകും എന്നൊരു പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത്. എന്താവുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഇന്ന് രാവിലെ ഒരു 11 മണി തൊട്ടാണ് പഠിക്കാനിരുന്നത്. അങ്ങനെ ഒരു 3 മണി വരെ പഠിക്കാനിരിക്കുകയും അതിനുശേഷം സ്കൂളിലെ പരിപാടി നോക്കാൻ വേണ്ടി ടൗണിലേക്ക് പഠനോത്സവം അവർ വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ അത് നോക്കാൻ വേണ്ടി ഞാനും കുഞ്ഞിയും പോവുകയും ചെയ്തിരുന്നു. അവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് നിങ്ങൾക്ക് കാണുന്നത്. പഠിത്തം മാത്രം നോക്കിയിരുന്നിട്ട് കാര്യമില്ലല്ലോ. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അവരുടെ സന്തോഷം കൂടി നോക്കണമല്ലോ. അങ്ങനെയാണ് ഈ പരിപാടി നോക്കാമെന്ന ഉദ്ദേശത്തോടു കൂടി ടൗണിലേക്ക് ഇറങ്ങിയത്. കുഞ്ഞിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പരിപാടിയായിരുന്നു. കുഞ്ഞുങ്ങളുടെ പരിപാടി കാണാൻ കുഞ്ഞുങ്ങൾക്ക് വളരെ ഇഷ്ടമാണല്ലോ. അങ്ങനെ ടൗണിൽ നിന്നും പരിപാടിയൊക്കെ കണ്ട് കുഞ്ഞിക്ക് കുറച്ച് മധുര പലഹാരങ്ങളൊക്കെ വാങ്ങിയാണ് തിരിച്ചു പോയതിന് ശേഷം പിന്നെ രാത്രി ഒരു 8 മണിക്ക് ശേഷമാണ് പിന്നെയും പഠിക്കാനിരുന്നത്. ഞാൻ 2 ദിവസമായിട്ട് പഠിക്കുന്നത്. ഇപ്പോൾ പ്രധാനമായും എനിക്ക് ഓരോ ടോപ്പിക്ക് വൈസായിട്ടുള്ള PYQ 2021 തൊട്ടുള്ള PYQ കിട്ടുന്നുണ്ട്. അത് ടെലഗ്രാമിൽ നിന്നാണ് കിട്ടുന്നത്. എനിക്കിതുവരെ കേരള ഭരണരംഗം, പിന്നെ ജോഗ്രഫി, കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി ഇങ്ങനെ കുറച്ച് ഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പം സാഹിത്യ ലോകത്തിൻ്റെ കുറച്ച് ഭാഗം, അങ്ങനെ ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം എല്ലാം നോട്ട് എഴുതിയെടുക്കുക എന്ന് പറയുന്നത് വളരെ പാടാണ്. അതുകൊണ്ട് എനിക്ക് തീരെ പഠിച്ചെടുക്കാൻ പറ്റുന്നില്ല തോന്നിയ ഭാഗങ്ങളാണ് ഞാൻ നോട്ടിൽ എഴുതി വെച്ചിട്ടുള്ളത്. പിന്നെന്താണെന്ന് വെച്ചാൽ അതിൽ ജോഗ്രഫിയിലൊക്കെ ആകുമ്പോൾ കുറച്ച് പാടായ കുറച്ച് ഭാഗങ്ങളുണ്ട്. അതായത് നമ്മൾ പുതുതായി കേൾക്കുന്ന കുറേ ഭാഗങ്ങൾ, ഈ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിലൊക്കെ ഉള്ളത് ഇതുവരെ കേൾക്കാത്ത കുറച്ച് ടഫായിട്ടുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഞാൻ എഴുതിയെടുക്കാൻ തന്നെ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ടെലഗ്രാമിൽ ഒരുപാട് നല്ല നോട്ട്സൊക്കെ കിട്ടുന്നുണ്ട്. കുറച്ചും കൂടി വൈഡായിട്ട് കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ ഈ റാങ്ക് ഫയൽ മാത്രം റാങ്ക് ഫയൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരോട് പറയാനുള്ളത്, റാങ്ക് ഫയൽ മാത്രമല്ല, അതിൽ കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്ന ഒരുപാട് സോഴ്സുകളുണ്ട്. അതും കൂടി എല്ലാവരും മാക്സിമം ഉപയോഗിക്കാൻ നോക്കുക. ഫോൺ ഉപയോഗിക്കുമ്പോൾ നമ്മൾ യൂട്യൂബിലേക്കും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വഴിതെറ്റിപ്പോവാൻ സാധ്യതയുള്ളതാണ്. പക്ഷെ അതിനൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് ഒരു നിയന്ത്രണം വെച്ച് നമുക്ക് എന്താണോ വേണ്ടത് അതുമാത്രം നമുക്ക് ഉൾക്കൊണ്ട് പഠിക്കാനിരിക്കുക എന്നത് തന്നെയാണ് വേണ്ടത്. 10th മെയിൻസ് ഫോക്കസ് ചെയ്തിരിക്കുന്നവർക്ക് ഇപ്പം ഒരു മടി പിടിച്ചിരിക്കുന്നൊരവസ്ഥയായിരിക്കും അല്ലേ. പ്രധാനമായും അതിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല, പ്രിലിംസ് പാസ്സാവില്ല എന്നുള്ളൊരു ടെൻഷനിലായിരിക്കും മിക്ക ആൾക്കാരും. അപ്പം പിന്നെ കുറേ ആൾക്കാർ ഉത്തരങ്ങളിലേക്ക് അറിയുന്ന ഉത്തരങ്ങളായിട്ട് പോലും സമയം കിട്ടിയില്ല എന്ന കാരണത്താലോ അല്ലെങ്കിൽ മാത്സിൽ കുറേ ടൈം ചിലവഴിച്ചു എന്ന കാരണങ്ങളൊക്കെ കൊണ്ട് അറിയുന്ന ഉത്തരങ്ങൾ ചെയ്യാൻ പറ്റാതെ ആ ഒരു സങ്കടവും മനസ്സിൽ പേറി നിൽക്കുന്ന ആൾക്കാരും ഉണ്ടാകും. അവരോടൊക്കെ പറയാനുള്ളത്, ഇനി അഥവാ പ്രിലിംസ് പാസ്സായില്ല എന്നുണ്ടെങ്കിലും അടുത്ത ഒരുപാട് എക്സാം 2025 നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അവയ്ക്ക് വേണ്ടിയും കൂടി ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ കഴിഞ്ഞ LDC റിസൾട്ട് വന്നപ്പം ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ആൾക്കാരുടെ എണ്ണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെന്ന് വെച്ചാൽ ഇപ്രാവശ്യത്തെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആൾക്കാരുടെ എണ്ണം എന്നത് കഴിഞ്ഞ 2021 ലിസ്റ്റിൽ നിന്ന് എടുത്ത ആൾക്കാരുടെ എണ്ണത്തിന് ആനുപാതികമായിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളതൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. 2021 ലിസ്റ്റിൽ നിന്ന് ഇപ്പം ഒരു 300 ചില്ലറ ആൾക്കാരെയാണ് എടുത്തിട്ടുള്ളതെങ്കിൽ ആ ജില്ലയിൽ ആ 300 ചില്ലറ ആൾക്കാരെ ഉൾപ്പെടുത്തിയ ലിസ്റ്റാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അതിൽ കുറേ കൂടുതലൊന്നുമില്ല. അതിൽ നിന്ന് കുറച്ച് കുറവോ അല്ലെങ്കിൽ കൂടുതലോ ആ രീതിയിലാണ് ലിസ്റ്റിൽ ആൾക്കാരെ ഇപ്രാവശ്യം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത്രമേൽ ലിസ്റ്റ് ചുരുക്കിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം നമ്മൾ അടുത്ത പരീക്ഷയിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഒരുപാട് ശ്രമിക്കേണ്ടതുണ്ട്. നമ്മൾ ഇതെല്ലാം ഉൾക്കൊള്ളണം. ഇപ്പം ഗവൺമെൻറ് ലിസ്റ്റിൽ നിന്ന് ആളെ എടുക്കുന്നില്ല എന്ന ഒരു
ഒരു ഇതാണ് അതിൽ സൂചിപ്പിക്കുന്നത്. അപ്പം നമ്മൾ അഥവാ നമുക്ക് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യ ലിസ്റ്റിലേക്ക് കയറി പറ്റുന്ന വിധത്തിൽ തന്നെ നമ്മൾ മെനക്കെടേണ്ടിയിരിക്കുന്നു. വെറുതെ പണ്ടൊക്കെ പഠിച്ചിരുന്ന പോലെ എന്തൊക്കെയോ പഠിച്ചു, എങ്ങനെയോ ജോലിയിൽ കയറി ആ അവസ്ഥ ഇനി ഉണ്ടാവുമെന്ന ശുഭപ്രതീക്ഷയൊന്നും എനിക്കില്ല. അത്രയ്ക്കും നന്നായി പഠിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഇനി PSC ലിസ്റ്റിൽ കയറാൻ പറ്റൂ. ആരെയും നിരുത്സാഹപ്പെടുത്തുന്നതല്ല. പക്ഷെ നമ്മൾ ആത്മാർത്ഥമായി പഠിക്കാനിരിക്കുന്നവരാണെങ്കിൽ എത്രത്തോളം PSC കടുപ്പിച്ചാലും നമ്മൾ അത്രയും തന്നെ പഠിച്ച് മുന്നേറാനുള്ള മാനസികാവസ്ഥയുമായി തന്നെ മുന്നോട്ട് പോവുക. പഠിച്ച് മെനക്കെട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഉറപ്പായും ജോലിയിൽ കയറാൻ പറ്റും. വീഡിയോ കാണുന്ന കൂട്ടുകാരെല്ലാം അമ്മയെ സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യണേ.